കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകും എന്നറിയുന്നു. ഹാജരാകാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം എത്താമെന്ന് MM വർഗീസ് അറിയിച്ചതാണ്. വിനിത വിജി വിശദാംശങ്ങൾ നൽകും. വിനിത, ഗുഡ് മോർണിംഗ്. പറയൂ, അദ്ദേഹം വരുന്നത് ഉറപ്പിച്ചിട്ടുണ്ടോ? വെരി ഗുഡ് തീർച്ചയായും SKN, വെരി ഗുഡ് മോർണിംഗ് SKN. ഇന്ന് MM വർഗീസ് ഇഡിക്ക് മുന്നിൽ ഹാജരാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം വരില്ലെന്നോ അല്ലെങ്കിൽ മറ്റ് അസൗകര്യങ്ങളുള്ളതായോ ഇതുവരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അറിയിച്ചിട്ടില്ല. ഇതിനോടകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട 4 പ്രാവശ്യം ED MM വർഗീസിനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും നോട്ടീസ് നൽകിയിരുന്നത്. കഴിഞ്ഞ ആഴ്ച ഹാജരാകാനായിരുന്നു നോട്ടീസ് നൽകിയിരുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലാണെന്നും ആയതിനാൽ അന്ന് വരാൻ കഴിയില്ലെന്നും അദ്ദേഹം ED അറിയിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ED വീണ്ടും നോട്ടീസ് നൽകിയത്. നോട്ടീസിന്മേൽ ഇന്ന് രാവിലെ 10 മണിക്ക് കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച്, ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള ചില രേഖകൾ ഹാജരാക്കണമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ചില രേഖകൾ MM വർഗീസ് നൽകിയിട്ടുണ്ടെങ്കിലും മറ്റു ചില രേഖകൾ ഇനിയും നൽകിയിട്ടില്ല എന്നാണ് ED വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ CPMന് കരുവന്നൂരിൽ ചില അക്കൗണ്ടുകൾ ഉണ്ടെന്ന് ED കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ അക്കൗണ്ടുകളിലേക്ക് അനധികൃതമായിട്ടുള്ളതാണ് ഈ അക്കൗണ്ടുകളെന്നും ബിനാമി തുക, ഈ ബിനാമി അക്കൗണ്ടുകൾ ആണ് ഈ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നതെന്നും ഇങ്ങനെ ലഭ്യമായിട്ടുള്ള ചില പണം ഇതുവഴി ഈ അക്കൗണ്ടുകളിലൂടെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും ED കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് MM വർഗീസിനെ ഇങ്ങനെ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നതെന്നാണ് EDയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. SK. താങ്ക് യു വിനീത.